ഹായ്, ഞാൻ രേഷ്മ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്നൊരു പിഗ്മെൻറ്റേഷൻ, ഒരു കരിവാളിപ്പ്, വായ്ക്ക് ചുറ്റുണ്ടാകുന്ന ഒരു പിഗ്മെൻറ്റേഷന്, പിമ്പിൾസിൻ്റെ പാടുകൾ, ചുളിവുകൾ ഒക്കെ മാറ്റി നമ്മുടെ മുഖത്ത് ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു ചേഞ്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. ഇതൊരു സിമ്പിൾ ക്ലീനപ്പാണ്. ഒരു 3 സ്റ്റെപ്പിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ വീട്ടിലുള്ള ചേരുവകളാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഇത് നമുക്ക് ആഴ്ചയിൽ 2 തവണ വരെ ചെയ്യാം. ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് 2 തവണ വരെ ചെയ്യാവുന്നതാണ്. ഇത് ടീനേജ് കുട്ടികളോട്ട് തുടങ്ങി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. പിന്നെ മെയിൻ കാര്യം, ഇത് വൈകുന്നേരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഫേസ് വാഷാണോ അത് വെച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. ഞാനിതിൽ കാണിക്കുന്ന ഈ ക്ലീനപ്പ് മൊത്തം നമ്മുടെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനിപ്പം ഇത് മുഖം കഴുകുമ്പോഴത്തേക്കും ടീഷർട്ട് മൊത്തം അങ്ങ് നനയും. അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫുൾ കഴുത്തിലും കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യണം. സ്ക്രബിന് നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി, 1 ടീസ്പൂൺ തുമരപ്പരിപ്പ് പൊടിച്ചത്, ഈ മഞ്ഞ കളറിലെ ഈ സാമ്പാർ പരിപ്പില്ലേ അതാണ്, അത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, 1 പീസ് തക്കാളി. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. തക്കാളിയുടെ ആ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ കാപ്പിപ്പൊടിയിലും അതുപോലെ ഈ തുമരയുടെ പൊടിച്ചതിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് മുഖത്ത് നന്നായിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഫുൾ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് തന്നെ അപ്ലൈ ചെയ്യണം. ഏകദേശം 1-2 മിനിറ്റിനടുത്ത് വരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ, ഈ ഡാർക്ക് സ്പോട്ട്സ്, കുരുക്കൾ വന്ന് പോയതിൻ്റെ പാടുകൾ ഒക്കെ തന്നെ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും സഹായിക്കും. അതുപോലെ ഇതിൽ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനായാലും സ്കിന്നിന് നാച്ചുറലി ഒരു ഗ്ലോ കൊടുക്കാനൊക്കെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു ക്ലീനപ്പ് ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കഴിയുന്നതാണ്. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മസാജ് ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കുക. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുഖം ഒന്നുകൂടെ നനച്ചിട്ട് ലൈറ്റായിട്ട് വിരൽ വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആ ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണിത്. എന്നിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകുക. ഞാനിവിടെ തുടച്ചു മാറ്റുകയാണ്. കണ്ടോ, സ്ക്രബിങ് കഴിഞ്ഞിട്ട് തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ, ആ ടാനിങ് ഒക്കെ നന്നായിട്ട് മാറുന്നതായിട്ട് കാണാൻ നമുക്ക്. കണ്ടോ, നല്ല രീതിയിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. സ്കിന്ന് നല്ല സോഫ്റ്റും ആവും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. ഇനി നമുക്കുള്ളത് പാക്ക് അപ്ലൈ ചെയ്യലാണ്. പാക്കിന് ആവശ്യമുള്ളത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി, ലിക്വറൈസ് പൗഡർ, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ച് തൊലി പൊടിച്ചത്. ഓറഞ്ച് തൊലി പൊടിച്ചതല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി പൊടിച്ചതായാലും മതി. അതും അല്ലെങ്കിൽ കടലപ്പൊടിയില്ലേ അതായാലും മതി. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തക്കാളിയുടെ കഷ്ണമുണ്ട്, അതിനകത്തുനിന്ന് നീര് പിഴിഞ്ഞെടുക്കുക. കൂട്ടത്തിൽ അലോവേര ജെല്ല്, നമ്മുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത്, ഇതും നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ, ചുളിവുകളൊക്കെ വരുന്നത് തടയാനും പിമ്പിൾസിൻ്റെ പാടൊക്കെ വേഗം ഫേഡ് ചെയ്യാനായിട്ട് നല്ല സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫുൾ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് വെച്ച് ഒരു 10 മിനിറ്റ് വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം. ലിക്വറൈസ് എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് എക്സലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മളൊരുവിധം ഈ സ്കിൻ ലൈറ്റനിങ് ക്രീംസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ലിക്വറൈസ് റൂട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാക്ക് എന്ന് പറയുന്നത് സ്കിന്നിന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നല്ലൊരു മിറക്കിൾ ആയിട്ടുള്ളൊരു മാസ്കാണ്. സൂപ്പർ റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് വെയിറ്റിംഗ് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മുഖം നനച്ച് ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക. ഇനി ഫൈനൽ സ്റ്റെപ്പാണ്. ഇത് സ്കിപ്പ് ചെയ്യരുത്, കാരണം രാത്രി മൊത്തം നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, പിന്നെ നമ്മുടെ കവിളിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ബെസ്റ്റാണ്. സോ അതിന് നമുക്ക് ആവശ്യമുള്ളത്
അലോവേര ജെൽ എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2-3 തുള്ളി നാരങ്ങ നീര് ചേർക്കാം. ഒരുപാട് സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ നാരങ്ങ നീരിന് പകരം തക്കാളി നീരോ ഓറഞ്ച് നീരോ യൂസ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 തുള്ളി റോസ് ഹിപ്പ് സീഡ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ചുളിവുകളും പിഗ്മെൻറ്റേഷനൊക്കെ വരുന്നത് കുറയ്ക്കാനായിട്ട് കൂടുതൽ സഹായിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലൊരു ആൻറ്റി ഏജിങ് ബെനിഫിറ്റ് കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ ഏജിങ്ങിൻ്റെ സൈൻസൊക്കെ നന്നായിട്ട് ഡിലേ ചെയ്യും. സ്കിന്ന് നല്ല യൂത്ത്ഫുള്ളും ഗ്ലോയിങ് ആയിട്ട് വെക്കാൻ ഇത് സഹായിക്കും ഈ ഒരു കൂട്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫുൾ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. കഴുത്തിൽ അപ്ലൈ ചെയ്യുക, കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആഴ്ച ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.